തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തൊടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ, നിരാരംഭരായ നിരായുധരായ സാധാരണ മനുഷ്യരെ, ടൂറിസത്തിന് പോയ ഒന്നും അറിയാതെ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഒരു മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ 27 പാവങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് കൊന്നു. ഇത് പാകിസ്ഥാനാണോ ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം. വെടിവെച്ച് കൊന്നത് ഭീകരവാദികളാണ്. നമ്മൾ അവരെ തിരിച്ച് 14 ദിവസങ്ങൾക്ക് ശേഷം അറ്റാക്ക് ചെയ്തു. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പം പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നാളെ കാശ്മീരിൽ പോകും എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ എങ്ങനെ ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏത് രീതിയിൽ വിശ്വസിക്കുമെന്ന് തിരിച്ചു ചോദിക്കും. അത് ഇത്രയും പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഭാരതീയനാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? താങ്ക് യു. അഖിൽ മാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളേ. ഇതിൽ പ്രധാനമായിട്ട് അഖിൽ മാരാർ ഇങ്ങനെ ഒരു വിഷയം പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇദ്ദേഹത്തിന് ഒരു സംഘിപ്പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ സുഡാപ്പികളും കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇയാളൊരു RSS അനുഭാവിയായിട്ട് നിലകൊണ്ട്, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ മാത്രം എടുക്കുന്ന ആളാണെന്നുള്ളൊരു സംഭവമാണ് ഇത്രയും നാള് ഈ കേരളത്തിലെ ഈ ഗ്രൂപ്പുകൾ മുഴുവൻ പറഞ്ഞു. അപ്പൊ ഈ സംഘിപ്പട്ടം എടുത്തു കളയുക എന്നുള്ള, അല്ലെങ്കിൽ താൻ ഒരു പൂർണ്ണമായിട്ടുള്ള നിഷ്പക്ഷനാണ് എന്നുള്ള രീതിയിലേക്ക് ഈ മറ്റ് ആളുകളെ, എന്ന് വെച്ചാൽ ഈ ജിഹാദി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ടീമിനെ ഇവരൊന്ന് സുഖിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആദ്യം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 7ാം കപ്പൽപ്പട കൊണ്ടുവരും, അല്ലെങ്കിൽ ഞങ്ങൾ അതുമായി വന്ന് ആക്രമിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ വരൂ, ഞങ്ങളുടെ സൈനികർ കടലിൽ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി അന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇല്ലാത്ത കാര്യമല്ല, സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പോ ഇതിനെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താരതമ്യം ചെയ്ത് എന്തുകൊണ്ടും നരേന്ദ്രമോദിയെക്കാളും കരുത്തും ആത്മധൈര്യവും ഉറച്ച നിലപാടുമുള്ള ആളാണ് ഇന്ദിരാഗാന്ധി എന്നുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു 1971 ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ശരിയാണ്, ഇല്ല എന്നും പറയുന്നില്ല. പകരം ഒരു സിംല കരാറൊക്കെ ഒപ്പിടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ 93,000 പാകിസ്ഥാൻ സൈനികരാണ് 1971 ഇന്ത്യയുമായിട്ടുള്ള ആ യുദ്ധത്തിൽ നമ്മൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നിരവധി ഭൂപ്രദേശം, ഏകദേശം വലിയൊരു ഭൂപ്രദേശം പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു വലിയ ഭാഗം തന്നെ നമ്മുടെ കൈകളിലായതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഈ പറയുന്ന 93,000 സൈനികരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടും അറസ്റ്റ് ചെയ്ത് നമ്മൾ കൈവശപ്പെടുത്തി വെച്ചിട്ടും അതോടൊപ്പം തന്നെ ഇത്രയും ഭൂമിയും നമ്മൾ കൈവശപ്പെടുത്തിയിട്ടും ഒരു തരത്തിലും, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു രാജ്യം, അത് യുദ്ധ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ, നമ്മൾ കയറി പിടിച്ചിരിക്കുന്ന ഭൂമി അത് നമ്മുടെ രാജ്യത്തിൻ്റെതാണ്.
അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യയുടെ ഭൂമി ചൈന കയറി പിടിച്ചതിന് ശേഷം അത് ഇപ്പോഴും ചൈനയുടെ കയ്യിൽ ഒരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ട് അവരെ കൈവശം വെച്ചിരിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചില ഡയലോഗുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവരെടുത്തിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിലപാടുകൾ, അവരുടെ അവസാന തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം പാകിസ്ഥാനിലെ വലിയൊരു ഭാഗം നമ്മുടെ കൈകളിലാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതെല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി പോലും പാകിസ്ഥാൻ കൈവശപ്പെടുന്ന തരത്തിലേക്ക് അതുപോലും വേണ്ട എന്ന് വെച്ച് ഇതിൽ നിന്ന് പിന്മാറിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. തർക്കമില്ല, ഇതാണ് ശരി, ഇത് യാഥാർത്ഥ്യമാണ്, ചരിത്രമാണ്. അപ്പൊ ഈ ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്നിട്ട് നമ്മുടെ ഒരു ഭൂമിയും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ഒരു രീതിയിലും വന്ന് ഇവിടെ ഒന്ന് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിൽ കയറി ആക്രമണം നടത്തിയിട്ടുമില്ല. ഒരു സംശയമുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം. 11 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ സമയത്ത് ഒരു പാകിസ്ഥാൻ സൈനികരും നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ അതിർത്തി ലംഘിച്ചു വന്ന് നമ്മുടെ സൈനികരെ കൊലപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അത് മോദി വരുന്നതിന് മുന്നാണ്. രണ്ടാമത്തെ വിഷയം, ഇദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാന് ഭയമില്ല, നരേന്ദ്രമോദിയെ ഭയമില്ല എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ രീതിയിൽ പറയുന്നത്. സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. സംഖ്യകളോ മറ്റാരോ എന്തെന്നുള്ളതൊന്നല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും കൃത്യമായിട്ട് അവഹേളിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണ് ഈ പറയുന്ന അഖിൽ മാരാർ എടുത്തിരിക്കുന്നത്. ഒരു സംശയമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് 1990-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ കണക്ക് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഭീകരാക്രമണങ്ങൾ എവിടെയാണ്? ജമ്മു കാശ്മീര്, അങ്ങനെയുള്ള കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ബോർഡറുകളിൽ മാത്രമാണ് ഈ ഭീകരാക്രമണങ്ങളും വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കുക, ഇപ്പോ നമ്മൾ ഈ കാണുന്ന ഭീകരാക്രമണങ്ങൾക്ക് തൊട്ട് മുന്നേ ഇപ്പൊ ഈ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ 20-22 വയസ്സായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഇത് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല. 10 വയസ്സും 12 വയസ്സ് ആയിരിക്കാം ആ ഒരു സമയത്ത് അവർക്കുണ്ടായിരുന്നത്. കാരണം വെച്ചാല് ഒരു 2014 മുന്നേ നമ്മുടെ രാജ്യത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 2005 ഡൽഹി സ്ഫോടനത്തിൽ 70 പേരാണ് മരിച്ചത്. അന്ന് ഇവിടുത്തെ സർക്കാർ കോൺഗ്രസ് ആയിരുന്നു. അവർ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പാകിസ്ഥാന്റെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് അവർ കൊടുക്കുന്ന സാമ്പത്തികവും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ഭീകരവാദികൾ അവർ ആക്രമണം നടത്തിയത്. ഡൽഹിയിൽ നടത്തിയത്, വാരണാസിയിൽ 2006 നടത്തി, അതിൽ 21 പേരാണ് മരിച്ചത്. ഹൈദരാബാദിൽ 51 മിനിറ്റിനിടയിൽ 2007 51 മിനിറ്റിനിടയിൽ ഏകദേശം 21 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. അതിൽ മലയാളികളായിട്ടുള്ള 3 പേരടക്കം പ്രതികളാണ്. ഇന്ന് അവർ ജീവപര്യന്തം തടവ് കിട്ടിയിട്ട് അവര് ഗുജറാത്തിൽ ജയിലിൽ കിടക്കുകയാണ്. അത് ഈരാറ്റുപേട്ട സ്വദേശികളാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ 2007 ഈ ഹൈദരാബാദിൽ സ്ഫോടനം ഉണ്ടായി, ഇത്ര ആളുകൾ മരിച്ചു. അതിനുശേഷം തുടരെ ചെന്നൈ സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം, മുംബൈ ഭീകരാക്രമണം 2008 NIA എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പോലും സൃഷ്ടിച്ചത്, കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചത് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു. വെച്ചാൽ നമ്മുടെ രാജ്യം 2004-നും 2014-നും ഇടയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നിരവധി ഭീകരാക്രമണങ്ങൾ. അതിന് മുഴുവൻ ഒരെണ്ണം പോലും ഇല്ലാതെ അതിന് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ തീവ്രവാദികൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ അനുകൂലിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള ഭീകരവാദികളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും പാകിസ്ഥാനാണ് ഈ പറയുന്ന ഭീകരാക്രമണം എല്ലാം പുറകിലെന്ന് അന്നത്തെ ആ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഏജൻസികളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്ത് നടപടിയാണ് അന്ന് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര സെന്ററാണ് മുംബൈ. ഈ സംവിധാനത്തെ അല്ലെങ്കിൽ അവിടെ കയറി പാകിസ്ഥാനികൾ മാത്രം അതിൽ ആക്രമണത്തിൽ പങ്കെടുത്തത് മുഴുവൻ നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങൾ മുഴുവൻ കൊലപ്പെടുത്തിയ പാകിസ്ഥാനികളായിരുന്നു. അജ്മൽ കസബ് അടക്കമുള്ള പാകിസ്ഥാനികൾ. എന്താണ് നമ്മുടെ രാജ്യത്തെ ഈ ഭരണകൂടം ചെയ്തത്? എന്ത് ചെയ്യാൻ സാധിച്ചു? ഇല്ല. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്തും ഇന്ത്യയെ പാകിസ്ഥാന് പേടിയില്ല. കാരണം പാകിസ്ഥാന്റെ സൈനികർ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചു വന്ന് നമ്മുടെ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത്, ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്നിട്ടുള്ള ഭരണകർത്താക്കളുള്ള സമയത്ത് പല സമയത്തും ഇതിൽ വാജ്പേയി സർക്കാരിന്റെ സമയത്ത് പോലും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികളൊന്നും ആക്രമണം നടത്തിയിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. പക്ഷെ ഏറ്റവും കൂടുതലാണെന്നുള്ളത് 2004-നും 2014-നും ഇടയിലുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് ആക്രമണം നടത്തിയ നഗരങ്ങൾ നമ്മുടെ മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഭീകരവാദികൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന അന്നത്തെ മെട്രോ നഗരങ്ങളിൽ അതിന്റെ ഇരട്ടി
വലിയ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നഗരങ്ങൾ മാറിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പൊ ഈ 2025 മുംബൈ നഗരവും ദില്ലിയും ഹൈദരാബാദും അഹമ്മദാബാദും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഏത് തരത്തിലേക്കാണ്, എത്രയോ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. എന്നിട്ട് ഈ സമയത്ത് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അത് പേടിയാണ്, ഭയം തന്നെയാണ്. നരേന്ദ്രമോദിയെ പേടിയാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പേടിയാണ്. ഈ പാകിസ്ഥാന് പേടിയില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രദേശങ്ങൾ ആക്രമണം നിരന്തരമായിട്ട് നടന്ന സ്ഥലങ്ങൾ ഇപ്പോൾ എന്താണ് ആക്രമിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന കശ്മീരിൽ മാത്രം ഈ ആക്രമണം ഒതുങ്ങിക്കൂടിയത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും. നല്ല കൃത്യമായിട്ടുള്ള പേടിയുണ്ട്. ആ പേടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാകിസ്ഥാനിൽ ഒരു MP തന്നെ പാർലമെന്റിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ പേടിയുണ്ടെന്ന്. ദൈവത്തിന് മാത്രമേ പാകിസ്ഥാനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ജമ്മു കാശ്മീരിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിക്കണം എങ്ങനെ ഞങ്ങൾ ഇനി ജമ്മു കാശ്മീരിലേക്ക് പോകും എന്നുള്ളത്. മിസ്റ്റർ, കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ 7.5 കോടി ജനങ്ങളാണ് ജമ്മു കാശ്മീർ വന്ന് സന്ദർശിച്ച് അവിടെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അവിടെ അടിച്ചു പൊളിച്ചു പോയത്. 3 വർഷത്തിനുള്ളിൽ 7.5 കോടി ജനങ്ങൾ. നമ്മൾ ചിന്തിച്ചു നോക്കൂ. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഇരട്ടി ജനങ്ങൾ അവിടെ ജമ്മു കാശ്മീരിൽ വന്നുപോയി. അപ്പൊ ഇവിടെ ഒരേ ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള സുഡാപ്പി അല്ലെങ്കിൽ ഇത്രയും നാള് ഈ നമ്മുടെ അഖിൽമാരാരെ ഒരു സംഘിപ്പട്ടം ചാർത്തിയിരുന്ന ആ പട്ടത്തിനുടമ ഞാനല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലാപരിപാടി മാത്രമാണ്. പിന്നെ പറയുന്നു ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം 15ഓളം പേരെ കശ്മീരിൽ പാകിസ്ഥാൻ സൈനികർ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇന്നലെ നമ്മുടെ സംയുക്ത സൈനിക മേധാവികൾ വന്നിരുന്നു കൊണ്ട് പറഞ്ഞത്. കാരണം നമ്മൾ ഇങ്ങോട്ട് ഈ പറയുന്ന ഭീകരവാദികൾ 100-ന് മുകളിൽ ഭീകരവാദികളെ നമ്മൾ അവിടെ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ട 15ഓളം പേർക്ക് പകരം നമ്മളിവിടെ 40 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ സൈനികർ. അതും നുണയാണെന്ന് ഇനി പറയണോ? അതും നുണയാണെന്ന് പറയണോ? പിന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എത്രയോ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു. അവർ 9 പ്രധാനപ്പെട്ട ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള അവരെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തു. അവര് യുദ്ധവിമാനങ്ങൾ ഇറക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടു. എല്ലാം. അപ്പൊ ഈ രീതിയിൽ പാകിസ്ഥാൻ കൃത്യമായിട്ട് ഭയപ്പെട്ടതിന്റെ പേരിൽ തന്നെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. അതിപ്പോ അമേരിക്ക ഇടപെട്ടോ അത് ഇവിടെ യഥാർത്ഥത്തിൽ അതല്ല ഒരു പ്രശ്നം. നമ്മൾ മനസ്സിലാക്കുക, ഈ നമ്മുടെ ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പറഞ്ഞു വരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞു വരുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ ഒരു പേടിയില്ല എന്നുള്ളതാണ്. അതാണ് പേടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ വിവിധ പ്രദേശങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ പിറകിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല? എന്താണ് അതിന്റെ പ്രശ്നം? എന്താണ് പറ്റാത്തത്? പാകിസ്ഥാനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഇല്ലാത്തത് കൊണ്ടാണോ? ഇഷ്ടംപോലെ ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട് ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത്. നിരവധി ആളുകൾ, അത് 1-2 ആളുകൾ, പല ആളുകളും ഇപ്പോഴും പാകിസ്ഥാൻ അനുകൂലിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട പല കമന്റുകളും പോസ്റ്റുകളും നമ്മൾ കാണുന്നതാണ്. ഇന്നും നമുക്ക് മലയാളിയെ പോലും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് കയറി കളിക്കാൻ നല്ല പേടി ഇപ്പോഴും. അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇല്ല ഒന്നും പറയുന്നില്ല ജമ്മു കാശ്മീരിൽ. അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ അതിൽ സംതൃപ്തരാണ്. നമ്മളൊരു പാകിസ്ഥാനെ പോലെ നിരന്തരമായിട്ട് ദരിദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമല്ല, ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പ്രധാനമാണ്, അതിലൊരു സംശയമില്ല. നമ്മുടെ ഈ പറയുന്ന യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ ഇത് 1971 അഖിൽമാരർ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തിരിച്ചടിക്കുക, പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഏകദേശം 3500 കിലോമീറ്ററാണ്. ഈ 3500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ജമ്മു കാശ്മീർ, ലക്ഷങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ലക്ഷക്കണക്കിന്. കേരളത്തിൽ നമുക്ക് ഇവിടെ പല കഥകളും പറയും. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. അപ്പോൾ ഭീകരവാദികൾ ആക്രമണം നടത്തിയാൽ തിരിച്ചാക്രമിക്കുക എന്നുള്ള നിലപാട് അത് ഇന്ത്യ കൃത്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന നമ്മുടെ
അഖിൽ മാരാർ എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ഭയവും ഇന്ത്യയില്ല, പ്രധാനമന്ത്രിയെ ഭയമില്ല, പ്രധാനമന്ത്രിയെ കൃത്യമായിട്ട് അപമാനിക്കുക, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക, ഇതാണ് പുള്ളിക്കാർ ചെയ്തിട്ടുള്ളത്. ആരെ സുഖിപ്പിക്കാൻ എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വന്ദേ മാതരം.